നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. അവരിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്, അവർ ഇപ്പോഴവിടുത്തെ അവരുടെ അവസ്ഥ എന്താണ്, അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ആഗ്രഹമുണ്ടോ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലിസ്റ്റ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് എടുക്കാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് പോസിറ്റീവായിട്ടിരുന്നിട്ട് ഈ റീഡിംഗ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇമോഷൻസ്, അതായത് നിങ്ങളുടെ പെയിൻ, മനസ്സിനകത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പെയിൻ, നിങ്ങളുടെ ഓർമ്മകൾ, അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ഓർമ്മകളൊക്കെ നിങ്ങൾ ഒരുപാട് പെയിൻ എടുത്ത് ഫീൽ ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് ഫേസ് മാത്രം കൊണ്ടുവരിക. പെയിനും ഇമോഷൻസും ഒക്കെ നിങ്ങളുടെ എനർജി അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. പേജ് ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് തന്നെ കാണിക്കുന്നത്. പക്ഷെ അതൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ല. അത് അവരിങ്ങനെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു പേഴ്സൺ ആണ്. നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലും അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാത്തൊരു കണ്ടീഷനാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. മെസ്സേജ് കാർഡ് കൂടി നോക്കാം. മൈ വേൾഡ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അവരുടെ ലോകം തന്നെ നിങ്ങളാണ് എന്നാണ് പറയുന്നത്. നിങ്ങളാണ് അവരുടെ ലോകം എന്നാണ് പറയുന്നത്. അവരുടെ ലൈഫിലുള്ള എല്ലാം നിങ്ങൾ കാരണമാണ് അവർക്ക് എല്ലാം ലഭിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷമാണ് അവരുടെ ലൈഫിൽ ഉയർച്ചകൾ ഉണ്ടായിട്ടുള്ളത്. അവർ കരുതുന്നത് നിങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാം, അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടക്കും. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു മിസ്സിങ് ഫീൽ അവർക്കില്ല. അവർക്ക് എല്ലാം ഉള്ളതുപോലെ അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 5 ഓഫ് വാൺസ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, വഴക്കുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ നിങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. അവർ നിങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നത് അവരുടെ പേഴ്സണൽ ലൈഫിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവില്ല, അവരുടെ മനസ്സ് ശരിയായിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങളോട് സ്നേഹത്തോട് സംസാരിക്കാനോ നിങ്ങളോട് ഇടപഴകാനോ ഒന്നും അവരുടെ മനസ്സ് അത്രയും ഫ്രീ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. അതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. ഈ ഫോർഗീവ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ റീഡിങ്സിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവർ ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളോട്. നിങ്ങൾ അവരോട് ക്ഷമിക്കണം. നിങ്ങളിൽ നിന്ന് മാറിപ്പോയതിന് അവർ മാപ്പ് ചോദിക്കുന്നു. ഒരു മാപ്പ് ചോദിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, എന്നാൽ നിങ്ങളിലേക്ക് വരികയും വേണം. അവർ കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അവർക്കറിയാം നിങ്ങൾ എത്രമാത്രം പെയിൻ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അവരുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. 5 ഓഫ് വാൺസ് ആണ്. ഒരുപാട് പ്രശ്നങ്ങളും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു അവർ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളിൽ നിന്നും ഈ ഒരു സിറ്റുവേഷനിൽ അവർ മാറി നിന്നതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. 4 ഓഫ് പെന്റിക്കിൾസ് ആണ്. അവരുടെ മനസ്സിനകത്തുള്ള ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട്. ആ സ്നേഹവും നിങ്ങളോടുള്ള ഇഷ്ടവും എല്ലാം അവർ സപ്രസ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതെല്ലാം അവർ സപ്രസ് ചെയ്ത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം പഴയ പോലെ സ്നേഹമൊന്നും ഇല്ല എന്ന്. പക്ഷേ അവരുടെ അകത്ത് നിങ്ങളോട് സ്നേഹമുണ്ട്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ഇൻസ്പിറേഷൻ എന്ന് കാണിക്കുന്നത് നിങ്ങൾ ലൈഫിൽ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ആളായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഇൻസ്പിറേഷനാണ്. നിങ്ങൾ അവർക്കൊരു ഇൻസ്പിറേഷനാണ്. നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന രീതി എല്ലാം അവർക്ക് ഇൻസ്പിറേഷനായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ അവരെ ഒരിക്കലും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല.
നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവരിപ്പോൾ അവരുടെ ഇമോഷൻസ് ഒക്കെ ഹൈഡ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അവർക്ക് നിങ്ങളൊരു ഇൻസ്പിറേഷനാണ്. ഇങ്ങനെ ഒരു പേഴ്സണെ എന്തായാലും ആരും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരും. നോ കോൺടാക്ട് സിറ്റുവേഷൻ എൻഡാക്കി നിങ്ങളിലേക്ക് വരും. ഓക്കെ, കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ജോബൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവർ അവരുടെ ജോലി സംബന്ധമായിട്ടൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആയ ടൈം ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. കാർമിക് ബാറ്റിൽസ് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അവർക്ക് കുറച്ച് കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അത് എൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ടൈം വേണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ പേഷ്യൻ്റോടുകൂടി കാത്തിരിക്കുക. അവർ ആ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആയതിനു ശേഷം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം, ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ ഏത് സിറ്റുവേഷൻ ആയാലും ആ ഒരു സിറ്റുവേഷൻ എന്താക്കി നിങ്ങളിലേക്ക് വരും. അപ്പോൾ കുറച്ച് നിങ്ങളോട് പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കാനാണ് അവർ പറയുന്നത്. പേഷ്യൻസ് വേണം നിങ്ങൾക്ക്. നിങ്ങളൊന്ന് ക്ഷമിക്കണം. അവർ നിങ്ങൾ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. നയൻ ഓഫ് സോർട്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെട്ട് അല്ലെങ്കിൽ പേടിച്ച് അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന കൂടുതൽ അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം അവർ അത്രയും മനസ്സ് തകർന്ന് അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന പ്രശ്നങ്ങളാണ് അവർക്ക്. അവർ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അവർക്ക് ഉറക്കത്തിലൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള തോന്നൽ കാരണം അവർ എണീറ്റിരിക്കുകയാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവരെ ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതെന്നാണ് കാണിക്കുന്നത്. നമുക്കൊരു മെസ്സേജ് കൂടി നോക്കാം. ഡിവൈൻ ടൈമിംഗ് എന്ന് കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടൊരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം അവരുടെ സിറ്റുവേഷൻ അത്രയും മോശമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് പുറത്ത് വരണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുമ്പോൾ അവർ ഈശ്വരൻ ഏത് സമയമാണ് നമുക്ക് വേണ്ടിയിട്ട് കാത്തു വെച്ചിട്ടുള്ളത് അതുവരെ മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദൈവത്തിൻ്റെ, ഗോഡിൻ്റെ, യൂണിവേഴ്സിൻ്റെ ഒരു ഹെൽപ്പ് അവർക്ക് വേണം. അപ്പോൾ അതുവരെ അവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു കാര്യം ക്ലിയർ ആയാൽ അവരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം എൻഡ് ആയാൽ അവർ നിങ്ങളിലേക്ക് വരും. അപ്പോൾ ആ ഒരു പ്രശ്നം എൻഡ് ആവാൻ വേണ്ടിയിട്ട് അവർ പ്രയർ ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് വരാതിരിക്കാൻ അവർക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷേ അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് കണ്ടോ, ഇതാണ് ലൈഫിലെ സിറ്റുവേഷൻസ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് എൻഡ് ആക്കി അവർക്ക് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഓക്കെ, ക്ഷമയാണ് എല്ലാത്തിനും വേണ്ടത്. പക്ഷേ ക്ഷമയാണ് ആളുകൾക്ക് ഇല്ലാത്തത്. ഭയങ്കര അക്ഷമരാണ്. നെക്സ്റ്റ് 7 ഓഫ് കപ്സ് ആണ്. അവരൊരു പ്രതിസന്ധിയിൽ പെട്ട് കിടക്കുകയാണെന്ന് തന്നെ കാണിക്കുന്നത്. ഒരുപാട് കാർഡ്സ് ഇപ്പോൾ അവരുടെ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻസിനെ കാണിക്കുന്നുണ്ട്. ഞാനൊന്ന് ഒരു മെസ്സേജ് കാർഡ് കൂടി നോക്കട്ടെ. അഫ്രൈഡ് എന്ന് കാണിക്കുന്നത് അവരൊരു പ്രതിസന്ധിയിലാണ്. അവർക്ക് ഭയങ്കരമായിട്ട് ഭയമുണ്ട്. അവരിപ്പോൾ ഒരു അവരെ പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോവാണ്. അവരത്രയും പേടിയോടെ ഭയത്തോടെ കാണുന്ന ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങളും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരിക്കാം? നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ പേഴ്സണെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അവരിലേക്ക് വരാനോ അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാനോ നിങ്ങളുടെ കൂടെ നിൽക്കാനോ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ലല്ലോ. അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവർക്കും. ഇവർ പേടിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ മാറി വരാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ മാറി വന്നാൽ അവർ നിങ്ങളിലേക്ക് വരും. ഓക്കെ, അവരിപ്പോൾ ഭയങ്കരമായിട്ടുള്ള പേടിയിലും പ്രശ്നങ്ങളിലുമാണ് എന്ന് തന്നെ കാണിക്കുന്നത്. ഈ 3 കാർഡ്സും അവരുടെ സിറ്റുവേഷൻ മോശമാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് മോശമാണ്. അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. നിങ്ങളുടെ പേഴ്സൺ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഒരു കാർഡും കൂടി എടുക്കാം. ഡെത്ത് കാർഡാണ്. അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു ആപത്തോ ഇല്ലെങ്കിൽ പ്രശ്നമോ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ മാറി നിൽക്കുന്നുണ്ടാവുക കേട്ടോ.
അപ്പോൾ നിങ്ങൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക. നിങ്ങളിങ്ങനെ എൻ്റെ പേഴ്സൺ വരുന്നില്ല എന്നുള്ള കാര്യം മാത്രം ഫോക്കസ് ചെയ്തിരിക്കാതെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കൂടി ചെയ്യാം കേട്ടോ. ഫെയ്ത്ത്, വിധി. അപ്പോൾ അവർ കരുതുന്നത് ഇതൊരു വിധിയാണ്, അതായത് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് ഒരു വിധിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് മാറിപ്പോകാൻ പറ്റില്ല. പക്ഷെ അവരുടെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു ടൈം വേണം. ഇത്രയും പ്രശ്നങ്ങളാണ് അവർക്കുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മറികടന്ന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ടൈം നിങ്ങൾ അവർക്ക് കൊടുക്കണം. ആ ഒരു സമയം അവർക്ക് അനിവാര്യമാണ്. അവർക്ക് അത്രയും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ടാണ്. അത് അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നേ പറ്റൂ. അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാണ്ടൊന്നുമല്ല. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എങ്ങനെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അതൊന്നും മനസ്സിലാക്കാൻ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കും, പേഴ്സൺ വരുന്നില്ല, ലെസ് കോണ്ടാക്റ്റ് ആണ്. ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാം. ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മറ്റൊരു അഫയർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് വരാത്ത എന്നാണ് നിങ്ങളിൽ മിക്കവാറും ആളുകൾ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഡൗട്ടാണ്, അവർ തേർഡ് പാർട്ടിയിലേക്ക് പോയി കാണുമോ എന്നുള്ള ഡൗട്ടാണ്. അപ്പോൾ നിങ്ങൾ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ ഡൗട്ട് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാനൊരു സമയം നിങ്ങൾ കൊടുക്കുക. അവർ തിരിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം പ്യുവറാണ്, നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടാണ് ആളെ സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ എന്തായാലും അന്വേഷിക്കണം. എന്നിട്ട് മാത്രം വെയിറ്റ് ചെയ്യാം കേട്ടോ. അല്ലെ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. മകീര്യം, മെയ് 1986, 1999, ലെറ്റർ ബി, മാർച്ച് 1996, 1988, പൂരം, സെപ്റ്റംബർ, പൂരാടം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.